മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രോഹിത് അലീനയുമായിട്ട് കോളേജിൽ പോയിട്ട് വന്നതിനെക്കുറിച്ച് കൃഷ്ണമോള് ബബിതയും എല്ലാവരും സംസാരിക്കുക. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൈജയന്തി ചോദിക്കുന്നുണ്ട്. വീണ്ടും അവരുടെ അടുത്ത് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ കാര്യം സംസാരിക്കാൻ അവൾ പോയിരിക്കുന്നു. അവൾ ആരാ ഈ വീട്ടിലെ? അല്ലെങ്കിൽ അവൾ പോയെന്ന് പറഞ്ഞ് അവിടെ അഡ്മിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞോ? ഇത് എവിടെ നിന്ന് നടക്കും ഈ കാര്യം? നിൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതി എൻ്റെ മോനെ അവളെ കൂടെ പറഞ്ഞു വിട്ടതിന്. നാണക്കേട് എന്നെ. അവന് അച്ഛനും ഇല്ല അമ്മയും ഇല്ലേ ഇത്രയ്ക്കും തരം താഴ്ന്ന് നടക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബബിത പറയുന്നു, എന്തായാലും പോയിട്ട് വന്നില്ലേ അമ്മേ, എന്തിനാ ഇനി കുറ്റം പറയുന്നേ? എന്തായാലും നല്ല കാര്യമല്ലേ ചെയ്തത്, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ കാരണം എൻ്റെ മോന് അഡ്മിഷൻ കിട്ടുമെന്നോ? നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയല്ലോ ബബിതേ. എന്തായാലും അവളെ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് തന്നെയാണ് ഇപ്പം നീ അവളെ നല്ലത് പറയുന്നുണ്ട്. എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല എന്ന് വൈജയന്തി പറയുന്നു ദേഷ്യത്തോടെ. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ വരുന്നുണ്ട്. നിനക്ക് എന്തോന്നൊക്കെ അറിയണം? പോയിട്ട് വീണ്ടും തിരിച്ച് എന്തെങ്കിലും സാധനം എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ വീണ്ടും ബഹളം വയ്ക്കാനാണോ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുക, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? എൻ്റെ കൊച്ചിനെ പറഞ്ഞ് അവളയുടെ അയക്കാൻ വേണ്ടി. അവൾ ആരായി വീട്ടിലെ? നിങ്ങളെ മോളാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, അല്ലാതെ എൻ്റെ പിള്ളേരെ അവളെ കൂട്ടത്ത് പറഞ്ഞയക്കുകയൊന്നും വേണ്ട. എന്ത് നല്ല പയ്യനായിരുന്നതാ, അവളെ കൂടെ കൂടിയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പേര് ദോഷവും കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിൻ്റെ മോൻ വരുത്തി വെച്ചതല്ലേ. നിൻ്റെ തറവാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല ആൾക്കാർ, അവരെ കൂട്ടത്ത് കൂട്ടുകൂടി ഇങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലാതെ പിന്നെ എൻ്റെ മകനെ പറഞ്ഞിട്ട് നിനക്ക് ഒരു യോഗ്യതയും ഇല്ല. അതുപോലെ തന്നെ അലീന ഉള്ളതുകൊണ്ട് ഇന്ന് അവളിവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ പ്രശ്നം. ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി. ആലോചിക്കുകയല്ല ചെയ്യേണ്ടത്, നീ ഇവിടുന്ന് പോകണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് വൈജയന്തി പറയുന്നുണ്ട്. എന്തായാലും കഷ്ടം തന്നെയാണ് നിൻ്റെ കാര്യം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമയത്ത് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്ന അലീനയെടുത്ത് പറയാൻ വേണ്ടി നിൽക്കുക വീണ്ടും വൈജയന്തി. അപ്പോഴത്തേക്കും ഇത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ, എന്തായാലും ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വന്ന കാര്യമാണ് ഇപ്പം പറയുന്നത്. നീ ഇനി ഒരിക്കലും ഇങ്ങനെ അടുത്ത് സംസാരിക്കില്ലേ, വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുകയും ചെയ്യരുത്, അതാ നിനക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നപ്പോഴത്തേക്കും മനു ഫോൺ ചെയ്യുന്നുണ്ട്, അലീനയെ വിളിക്കുക. അലീനയാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ചിരിക്കുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിക്കുക, ഇതാരാ അവളടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ? അങ്ങനെ ബാലചന്ദ്രൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രന് മനസ്സിലായി അത് മനുവായിരിക്കുമെന്ന്. അങ്ങനെ മനു ഫോൺ വിളിച്ചിട്ട് പറയുക, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ നിന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, വരണമെന്ന് ചിന്തിക്കാറുണ്ട്. എന്നാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കാണണം, കുറേ നാളായില്ലേ കണ്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ രോഹിത്തിൻ്റെ കാര്യം എൻ്റെ അടുത്ത് അങ്കിൾ വിളിച്ച് പറഞ്ഞായിരുന്നു, ഒന്നും ശരിയായില്ല എന്ന്. ഞാനും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഇവിടെ അച്ഛൻ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയായില്ല. പിന്നെ അവൻ ചെയ്തത് തെറ്റാണല്ലോ, അത് തെറ്റായിട്ട് തന്നെ അംഗീകരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്തായാലും അത് ന്യായീകരിക്കുന്ന അമ്മയുണ്ടല്ലോ ഇവിടെ. എന്തായാലും ഏതുവരെ പോകുന്നു നോക്കട്ടെ. എന്നാലും ശരണ്യയുടെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെ എല്ലാവർക്കും നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അമ്മയെ ഒഴിച്ച്. എന്തായാലും ഞങ്ങളെ തറവാടിലെ കുട്ടിയല്ലേ നീ, അത് മറക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും? അതുകൊണ്ട് തന്നെ അച്ഛനിപ്പോൾ നിൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ആൻറ്റി കുറ്റം പറയാൻ വേണ്ടി വിളിക്കും ഇങ്ങോട്ട്, വൈജയന്തി ആൻറ്റി. എന്നാൽ ഇവിടുന്ന് നല്ല കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും ഇനി അത് നടക്കില്ല എന്നും ഒരു ഉദ്ദേശം നടക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യത്തിലാണ് ഫോൺ വെച്ചിട്ട് പോകുന്നത് എന്ന് അച്ഛൻ പറയാറുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷം തരുന്ന വാക്കുകളാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി വൈജയന്തി ആൻറ്റി അറിയുന്ന നിമിഷമാണ് ഏറ്റവും വളരെ ഒരു സങ്കടമാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന പറയുന്നു, അതിന് ആ സമയത്ത് ഞാനിവിടെ കാണില്ലല്ലോ, ഞാൻ ഇവിടുന്ന് പോവും. ഇനി എന്നെ ആലോചിച്ച് കരയുന്ന നിമിഷമായിരിക്കും, എന്നാലും ഞാൻ വരില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും പറയരുത്, നിനക്ക് ആരെയും വിഷമിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ആരെയും ശല്യം ചെയ്യാറില്ല എന്ന് അലീന പറയുന്നുണ്ട്.
ഓരോ കാര്യത്തിനും ബഹളം വയ്ക്കാനും വഴക്ക് പറയാനും മാത്രമേ അറിയാവുന്ന ആൻറ്റി എനിക്കറിയാവുള്ളൂ എന്ന് മനു പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ മാമച്ചൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ടോണി വരുന്നുണ്ട് ജീപ്പിൽ. ഈ വെട്ടം കണ്ടിട്ട് എല്ലാവരും പേടിക്കുന്നുണ്ട്. ഇത് ആരാ ഈ സമയത്ത് വരുന്നതെന്ന് പറഞ്ഞ് രാത്രിയിൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടോണി വഴക്ക് പറഞ്ഞുകൊണ്ട് വരിക. വന്നിട്ട് പറയുന്നുണ്ട്, മാമച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ മകൻ്റെ കൊച്ച് എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തുന്നുണ്ട് കൂടുതൽ. എന്തായാലും അവൻ വന്ന് വഴക്കുണ്ടാക്കുകയും എപ്പോഴും അവർ ശല്യം ചെയ്യുകയും ചെയ്യുക. എന്നാലും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ലീനയുടെ അടുത്ത് മിക്കവാറും പറയാറുണ്ട് രേവതിക്കുട്ടി. എന്നാലും രേവതിക്കുട്ടി അവിടെ വളരെ സങ്കടത്തിലാണ്. രേവതിക്കുട്ടിയുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അറിയണമെന്നുള്ള ആഗ്രഹവും രേവതിക്കുട്ടിക്കുണ്ട്. എന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന തൻ്റെ മകൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് ഇതുവരെ തിരിച്ചറിയാത്ത മാമച്ചന് ടോണി പറഞ്ഞത് അതൊരു വലിയ ഒരു നിരാശയിലാഴ്ത്തിയിരിക്കുക. ഇതൊക്കെ കേട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക മാമച്ചൻ. ടോണി എന്നിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങളിനി നിരാശപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് മാമച്ചനാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അവൻ പറയുന്നത് കള്ളമായിരിക്കുമോ സത്യമായിരിക്കുമോ, അതോ എന്നെ അവൻ എന്തെങ്കിലും ഏത് തരത്തിലെങ്കിലും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൻ്റെ ഈ വരവ് ഭയങ്കരപ്പെട്ട വിഷമത്തിലാക്കിയിരിക്കുക ആ വീട്ടിലെ. എന്നാൽ ഇതാണെങ്കിൽ പറഞ്ഞ് രേവതിക്കുട്ടി കരയുന്നുണ്ട്. ഓരോ തരത്തിലും എനിക്കും ഒരു വിഷമമാണ് നിങ്ങൾ വിഷമിക്കുമ്പോൾ. എൻ്റെ അച്ഛനും അമ്മയെ പോലെയല്ലേ നിങ്ങൾ, എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നില്ലേ? എന്തായാലും ആ ഒരു വിഷമം എനിക്ക് നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെയാണ് അലീനയുടെ അടുത്തും പറയുന്നത്. ഓരോ കാര്യത്തിനും എപ്പോഴും ഒരു വ്യക്തത വേണം, അതാ ജീവിതത്തിൽ വേണ്ടത്. അത് അലീനയുടെ അടുത്ത് പറയുക, അത് വൈജയന്തിക്ക് ഇവിടെ ഇല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എല്ലാവരുമായിട്ട് വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുക വൈജയന്തി. അവിടെ കൃഷ്ണയും ബബിതയും രോഹിത്തും എല്ലാം ഉണ്ട്. എൻ്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കണം ഇനി എന്നൊരു ചിന്തയോടെ അവളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന ചിന്തയോടെ കൂടെയാണ് ഇപ്പോഴും വൈജയന്തി നടക്കുന്നത്. അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അലീനയുടെ അടുത്ത് എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് മാറ്റിയെടുക്കണം എന്നൊരു ഉദ്ദേശവും അലീനയെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഓട്ടിക്കുക എന്ന ഉദ്ദേശമാണ് വൈജയന്തിക്കുള്ളത്. അതുപോലെ തന്നെ നടക്കുകയും ചെയ്യുമെന്ന് അലീനയോട് പറയുന്നു. നീ ഇവിടെ നിന്ന് പോവും, അല്ലെങ്കിൽ നിന്നെ ഞാനിവിടുന്ന് ഓട്ടിക്കും എന്ന് വൈജയന്തി വന്ന് പറയുന്നുണ്ട്. ഇത് എല്ലാവരും കേട്ടിരിക്കുക, പറയുക, എന്തായാലും ഇത് നടക്കില്ല, അത് അറിയുന്ന നിമിഷമായിരിക്കും ഏറ്റവും വലുത് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണവൾ പറയുക, ഒരിടത്ത് ഇരിക്കുമ്പോഴത്തേക്ക് എന്താ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഞങ്ങളാണെങ്കിൽ വേറൊന്നും പറഞ്ഞില്ലല്ലോ, അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നെയൊന്നും പറയണ്ട, എന്നാലും നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുക, അത് അമ്മ കാരണമല്ലേ, അമ്മ എന്തിനാ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി എന്ന് പറയാൻ എൻ്റെ മോളൊന്നും അല്ലല്ലോ, നീ ഇനിയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇനി കാണരുത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുക, ഞാൻ ഇനി ആരെയും ശല്യം ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്.